മൈക്കിൾ കാരിമേറ്റച്ചനെ സെമിനാരി വിദ്യാർത്ഥി എന്ന കാലത്ത് തുടങ്ങി എനിക്ക് പരിചയമുള്ളതാണ്. അദ്ദേഹം ആൽവയിലുള്ള ഫിലോസഫി പഠനം പൂർത്തിയാക്കി റോമിൽ ഉന്നത വിദ്യാഭ്യാസം വരുമ്പോൾ ഞാൻ റോമിലുണ്ടായിരുന്നു. അന്ന് തുടങ്ങി മൈക്കിൾ അച്ഛൻ വളരെയധികം അടുത്ത് പരിചയമുണ്ടായിരുന്നു. പരസ്പരം സഹായിച്ചിട്ടുണ്ട്. പല വിധത്തിലും തുടങ്ങി എന്നെയും മൈക്കിൾ അച്ഛൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലൈസൻഷ്യേറ്റ് പാസ്സായി ശേഷം ആണ് മൈക്കിൾ അച്ഛന് റോമിലെ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബൈബിൾ പഠനത്തിന് വേണ്ടി ചേരുകയും ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വളരെ പ്രശസ്തമായിട്ട് ഡോക്ടറേറ്റ് പാസ് ചെയ്യുകയും ചെയ്തു. അക്കാര്യങ്ങളൊക്കെ മൈക്കിൾ അച്ഛനുമായിട്ട് എനിക്ക് അടുത്ത അവരുടെ ബന്ധമുണ്ടായിരുന്നു. അവിടെ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ തിയോളജി പഠിച്ച അവസാനത്തിലാണ് മൈക്കിൾ അച്ഛന് 1968 വൈദികനായിട്ട് അഭിഷിക്തനാകുന്നത്. അതിനു മുമ്പ് ഞാൻ റോമിൽ ധരിച്ചു പോകുന്നതുകൊണ്ട് കർമ്മത്തിലേക്ക് സംബന്ധിക്കുവാൻ സാധിച്ചില്ല. വളരെ സമർപ്പണത്തോടുകൂടി ബൈബിൾ പഠിക്കുകയും അതിൽ നേടാവുന്ന എല്ലാവിധ അറിവും ജ്ഞാനവും നേടുകയും ചെയ്യുന്നതിന് മൈക്കിൾ അച്ഛൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വിവിധ ഭാഷകൾ ബൈബിൾ പഠിക്കുന്ന ആവശ്യമായിട്ടുള്ള എല്ലാ ഭാഷകളിലും വൈദഗ്ധ്യവും നേടിയിട്ടുണ്ട്. പഠനമെല്ലാം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ മൈക്കിൾ അച്ഛന് കുറേ കാലത്തെ ഇടവാ ശുശ്രൂഷയ്ക്ക് ശേഷം തലശ്ശേരി അതിരൂപതയുടെ ബിബ്ലിക്കൽ അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടു. അവിടെയാണ് മൈക്കിൾ അച്ഛൻ്റെ വിശുദ്ധ ഗ്രന്ഥ പഠനം മറ്റുള്ളവർ പങ്കുവയ്ക്കുന്നതിനായിട്ട് വിശുദ്ധ ഗ്രന്ഥ സന്ദേശം ദൈവവചനം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആ പരിശ്രമങ്ങൾ ആരംഭിച്ചത്. ആദ്യകാലത്ത് തലശ്ശേരി അതിരൂപതയുടെ വിദ്യാപീഠങ്ങളിൽ പോവുകയും ക്ലാസ്സുകൾ എടുക്കുകയും മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അന്ന് സംരഭ്യമായിരുന്ന സെൻറ്റ് പോൾസിൻ്റെ ഒരു ഫിലിം കാറ്റഗിസം ഉണ്ടായിരുന്നു. ആ ഫിലിം പലയിടങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയും അതിനുശേഷം തലശ്ശേരി കാറ്റഗിസത്തിൻ്റെ അവിലമായിരുന്ന ജീസസ് ഓഫ് നസ്രത്ത് എന്ന ദീർഘ ഫിലിമും പലയിടങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയും അദൃശ്യമായിട്ടുള്ള മാധ്യമം വഴിയായിട്ടും ആ ബൈബിൾ പ്രഘോഷണത്തിന് മാറ്റുകൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആണ് മൈക്കിൾ അച്ഛന് ഏറ്റെടുത്ത വലിയ ഒരു സംരംഭമായിരുന്നു ബൈബിൾ ചിത്ര കഥ രചനം. പഴയവും പുതിയവും മുഴുവനും ചിത്ര രൂപത്തിൽ പല ഭാഷകളിലായിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനൊരു സമാനത ചരിത്രത്തിൽ കാണാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ വിലപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ബൈബിൾ ചിത്ര കലാരചന വഴിയായിട്ട് ബൈബിൾ അച്ഛൻ സഹിച്ചത്. അതോടൊപ്പം ബൈബിളിനെ പറ്റി ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒത്തിരി കൺവെൻഷൻ സംബന്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഫലമായിട്ടാണ് ഡെമിയിലെ ബിബ്ലിക്കൽ കോളേജിലെ പ്രൊഫസറായിട്ടിരുന്നു. അതിനുശേഷം തൃശ്ശൂർ മേജർ സെമിനാരിയിലെ ബൈബിൾ പ്രൊഫസറായിരുന്നു. അതിനോടൊപ്പമൊക്കെയാണ് ബൈബിൾ സംരംഭമാക്കുന്നതിനുള്ള സംരംഭത്തിൽ PUC ഏറ്റെടുത്ത PUCയുടെ ബൈബിൾ തർജ്ജമ ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എഡിറ്റർമാരിൽ ഒരാളായിരുന്നു മൈക്കിൾ അച്ഛൻ. അതിനുശേഷം ആണ് മൈക്കിൾ അച്ഛൻ അതുകൂടാതെ ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പല പുസ്തകങ്ങളെയും പറ്റിയുള്ള വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊക്കെ വളരെയധികം വിലപ്പെട്ടതും വളരെയധികം വിജ്ഞാനം പകർന്നു തരുന്നതും ബൈബിളിൻ്റെ മറ്റുള്ളവർ പരിചയപ്പെടുത്തുന്നതിനും ഉപകരിക്കുന്നതായിരുന്നു. അതെല്ലാം മൈക്കിൾ അച്ഛൻ്റെ ആ ശുശ്രൂഷ, ബൈബിൾ ശുശ്രൂഷ ഇന്ന് തെറ്റ് നോക്കുമ്പോഴേക്കും സമാനതയില്ലാത്ത ഒരു വലിയ ബൈബിൾ പണ്ഡിതനായിരുന്ന മൈക്കിൾ അച്ഛന് അവരെല്ലാം തൻ്റെ കഴിവനുസരിച്ച് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും അങ്ങനെ വചനം പഠിപ്പിച്ച് വചനത്തിനനുസരിച്ച് വിശ്വാസം രൂപീകരിച്ച് ദൈവജനത്തെ വിശ്വാസികൾ സമൂഹമാക്കി തീർക്കുന്നതിനും ആരാധനിക്കുന്ന സമൂഹമാക്കി തീർക്കുന്നതിനും പങ്കുവയ്ക്കുന്ന സമൂഹമാക്കുന്നതിനും വളരെയധികം ശുശ്രൂഷ വൈക്കൻസം ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരിക്കലും നമുക്ക് വാക്കുകൊണ്ട് നന്ദി പറയാൻ സാധിക്കുകയില്ല. ബൈബിളച്ചൻ്റെ ഈ വചന സ്നേഹവും വചനം മുഴുവൻ വസിച്ചു
വചനം മനുഷ്യഹൃദയത്തിൽ ജനിപ്പിക്കുന്നതിന് വേണ്ടി വച്ചിരിക്കുന്ന ആ ശുശ്രൂഷ വളരെയധികം വിലപ്പെട്ടതാണ്. അത് ദൈവത്തിന് പ്രത്യേക ഒരു വനയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, സമ്മാനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള അവസരങ്ങളുടെ വൈകല്യം പകർന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിശ്ചയിക്കുന്നില്ല. എങ്കിലും ആദ്യം തീർച്ചയായിട്ടും സഭയോടുള്ള വിശ്വസ്തത പാലിച്ചുകൊണ്ട്, സിനഡിനോടുള്ള ആ വിശ്വസ്തത പാലിച്ചുകൊണ്ട് എപ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വൈകല്യം ശ്രമിച്ചിട്ടുണ്ട്. ബൈബിൾപരമായിട്ടുള്ള ശുശ്രൂഷയുടെ പ്രമസങ്ങളുടെയും കൺവെൻഷനുകളുടെയും ചിത്രകഥകളുടെയും അതുതന്നെ വിവിധമായിട്ടുള്ള പുസ്തകങ്ങളുടെയും എല്ലാം പ്രസിദ്ധീകരണത്തിൻ്റെയും എല്ലാം ഇത് അംഗീകരിച്ചുകൊണ്ട് സിറോ മലബാർ സിനഡ് മൈക്കിൾ അച്ഛന് മെൽപ്പാൻ സ്ഥാനം നൽകി ബഹുമാനിക്കുകയുണ്ടായിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും വലിയൊരു അംഗീകാരമായിരുന്നു. എല്ലാം ശുശ്രൂഷ ചെയ്ത ശേഷമുണ്ട് അവസാനം തലശ്ശേരി കരുവഞ്ചേരി ക്രിസ്തു ഹോമിൽ ശ്രമിക്കുകയായിരുന്നു. സമയത്തും ബൈബിൾ പഠിക്കുന്ന കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും മാധ്യമങ്ങൾ വഴിയായിട്ടും ടെലിവിഷൻ വഴിയായിട്ടായിട്ടും എല്ലാം വൈക്കഴച്ചനെ തൻ്റെ ശുശ്രൂഷ തുടർന്നു കൊണ്ടിരുന്നു. രോഗബാധിതനായിട്ട് പെട്ടെന്ന് മാറാൻ സാധിക്കാത്ത ഗൗരവമായ രോഗത്തിന് അവധിയനായി. അവസരത്തിൽ പോലും മൈക്കിളച്ചനെ വളരെ സംതൃപ്തനായിട്ടാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പ്രാവശ്യം മൈക്കിളച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ മരണത്തെപ്പോലും ഒരു ഭയമില്ലാതെ ദൈവത്തിന് ചെയ്ത സമയത്തും മരണം ഇതിന് സമർപ്പിക്കുന്നതിനായിട്ടുള്ള സന്നദ്ധത മൈക്കിളച്ചൻ്റെ വാക്കുകൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മരിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രത്യേക കരുവാണയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ള, എന്നെ ഏൽപ്പിച്ച കാര്യം പൂർത്തിയാക്കി എന്നുള്ള ഒരു സംതൃപ്തി മൈക്കിളിച്ചുണ്ടായിരുന്നു. ആ സംതൃപ്തിയാണ് പ്രത്യേകത്തെ മരണത്തെ പണത്തെ സമർപ്പിക്കുന്നതിനും ആ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിനും ഇതിൽ ദുഃഖത്തെക്കാൾ കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് മൈക്കിളിച്ചിന് പോയത്. മൈക്കിളിച്ച് അവസാനം വ്യക്തമായിട്ട് പറയുകയുണ്ടായും, എന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ ഞാൻ പൂർത്തിയാക്കി. ഒരു പക്ഷേ ബൈബിൾ വചനമായ ദൈവത്തെ പഠിപ്പിച്ചപ്പോഴേക്കും വചനം വചനമിടുന്ന വചനം നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാണ്. വചനമനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ വചനമനുസരിച്ച് ചെയ്ത ഈശോയുടെ ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും മാതൃകയും നമ്മളെല്ലാവരും അനുകരിക്കേണ്ടത്. ഈശോയുടെ ജീവിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്കും ആ പുത്രൻ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചതിന് നൽകിയ ആ അംഗീകാരം, അവിടുത്തെ പുത്രനുള്ള അംഗീകാരം, നിത്യസമയത്തിൽ അവിടുത്തെ വലതുവശത്തിനുള്ള ആ സ്ഥാനം നമുക്ക് ലഭിക്കുക വചനം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വചനം പറയുകയും പഠിപ്പിക്കുകയും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിനുള്ള കൃപാവരം മനുഷ്യരുടെ ബന്ധത്തിലുണ്ടെങ്കിൽ പോലും നല്ലൊരധികം മറിക്കടിച്ചിന് നൽകി അനുഗ്രഹിച്ചു. ഇപ്രകാരം ഒരു മണിക്കടിച്ച് തന്നെ നല്ല ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. അവസാന കാലമായപ്പോഴേക്കും വളരെ ഗൗരവമായിട്ടുള്ള ചികിത്സകൾ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ചികിത്സ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് സ്വയം സമർപ്പിക്കുന്നൊരു മനോഭാവം ഒരു സന്മനസ്സാണ് വർഗീസും കാണിച്ചത്. നിർമ്മല ദൈവത്തിന് മൈക്കടിച്ച് നൽകിയതിനും മൈക്കടിച്ചുമ്പടിയായിട്ട് സഭയ്ക്ക് നൽകിയ എല്ലാ ശുശ്രൂഷയ്ക്കും പ്രത്യേകമായിട്ട് വചനം ദൈവമനുസരിച്ച് ജനിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും ജനിപ്പിക്കുന്നതിനും എല്ലാം മൈക്കടിച്ചിൻ്റെ സേവത്തിന് നന്ദി പറയുന്നു. ഞാൻ ബൈബിൾ പഠനത്തിൽ പ്രത്യേകമായിട്ടുള്ള പഠനം നടത്തിയ ആളല്ല. എങ്കിലും എല്ലാവരും ബൈബിൾ പഠിക്കണം. വചനമാണ് നമ്മുടെ എല്ലാവരുടെയും അത്യന്ത അടിസ്ഥാനം. അതുവഴിയായിട്ട് ഒരു സഭയുടെ ഏറ്റവും വലിയ ദൗത്യം പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം നിർവഹിക്കുന്നതിനാണ് എല്ലാ മാമോദിസ സ്വീകരിച്ച എല്ലാവരും കടപ്പെട്ടവരാണ്. ആ കടമ കുറച്ചുകൂടി ഉന്നത തലത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് വിളിച്ച് വൈദികരെ വിളിക്കുന്നത്. വൈദികരുടെ ദൗത്യവും പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഒരുപരിയായിട്ട് അവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയുള്ള മെത്രാൻ്റെ ദൗത്യവും പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും വളരെ ബോധ്യതയുണ്ട്. പരിമിതമായ രീതിയിൽ ആ ദൗത്യം നിർവഹിക്കാനായിട്ട് ഞാനും എൻ്റെ ജീവിതത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിശ്രമം നടന്നത് മെക്കടച്ചിനെ പോലെയുള്ള വളരെ അഗാധമായ പഠനത്തിൽ
പഠിച്ചത് അവരുടെ എല്ലാവരും സഹായം കൊണ്ടാണ്. ആദ്യകാലത്ത് ഇവിടെ ഒരു സൗകര്യങ്ങളൊന്നുമില്ലായിരുന്ന വളരെയധികം ഉയർന്ന വ്യത്യാസമില്ലായിരുന്ന ഒരു സമൂഹമായിരുന്നു. ആ കാലത്ത് വചനം വാക്കുകൊണ്ട് മാത്രം പോരാ, ദൃശ്യമായിട്ടുള്ള മാധ്യമങ്ങൾ വചനം പഠിപ്പിക്കുന്നതിനായിട്ട് ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് സെൻറ്റ് പോൾസ് സൊസൈറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള വഞ്ചേരോ സെക്കുന്തോ സൺ മത്തേയോ എന്നുള്ള ഇറ്റാലിയൻ ഫിലിമുണ്ട്. വളരെ മനോഹരമായിട്ട് ഫിലിമാണ്. അപ്പോൾ അങ്ങനെ ആ ഫിലിം കാണിക്കുമ്പോഴേക്കും നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് കുറച്ച് മനസ്സിലാക്കും. ആ ഫിലിം കാണുകയും കേൾക്കുകയും ജീവിതത്തിൽ ആ വചനം മനസ്സിൽ പതിയുന്നതിനും വചനത്തെ വിവരിക്കുന്നതിനും സാധിക്കും. ഉദ്ദേശിച്ചുകൊണ്ട് ആ കാലത്ത് ഈ ഫിലിം ദർശന രൂപതയും അവ്യക്ത ദർശന രൂപതയായിട്ടുള്ള മാനന്തവാടി, മധ്യ, താമരശ്ശേരി എല്ലാവരെയും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഭാഷ ഇറ്റാലിയൻ ആയിരുന്നുകൊണ്ട് മലയാളത്തിൽ ഞാൻ പറയുകയും അത് വലിയ ഇന്നും ജനങ്ങൾ ആ ഫിലിമിനെ ഇന്നത്തെ മോഡേണായെങ്കിൽ പോലും അന്ന് ആ ഇതൊരു പരിശ്രമം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പരിശ്രമം മൈക്കിൾ അച്ഛന് ബൈബിളിൽ കാര്യം വന്നപ്പോൾ പ്രത്യേകിച്ചും മനുഷ്യൻ തുടർന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ മാധ്യമങ്ങൾ ദൃശ്യമായിട്ടിട്ട് വചനം പോഷിക്കുന്നതിനുള്ള മാധ്യമമാണ് സിനിമകൾ. അതുകൊണ്ട് തന്നെയാണ് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഉള്ള ജീസസ് ഓഫ് നസറത്ത് എന്നുള്ള മനോഹരമായിട്ട് കളർ സിനിമയും വാങ്ങിച്ചിരുന്നു. അതും ഞാൻ ആ സ്ഥലത്ത് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഫിലിം മൈക്കിൾസനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അന്ന് സിസ്റ്റർ ഫിലിമിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ആ ഫിലിം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുവഴിയായിട്ട് മറ്റ് പ്രസിദ്ധീകരണം ചിത്രകഥയും മറ്റ് പുസ്തകമുണ്ട്. അതിനോടൊപ്പം അതിനേക്കാൾ കൂടുതലായിട്ട് ഈ മാധ്യമം ദൃശ്യമായിട്ട് പക്ഷേയായിട്ട് മൈക്കിൾസൻ വചനം പ്രസംഗിക്കുന്നതിനും വചനത്തിൽ രൂപത്തെ കീഴ്പ്പെടുത്തുന്നതിനും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോട് പറയുന്നു. മൈക്കിൾ അച്ഛനെ കുറിച്ച് ബൈബിളിൽ അടിഹാതം ഉള്ളതുകൊണ്ട് എനിക്കാൾ കൂടുതലായിട്ട് ആ രംഗത്ത് ആ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് രൂപതയ്ക്ക് വലിയൊരു നന്മ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സംശയമൊന്നുമില്ല. അതിന് വളരെയധികം ത്യാഗം ചെയ്ത് മൈക്കിൾ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന കാര്യം ഞാനിപ്പോൾ അനുസ്മരിക്കുന്നു. മൈക്കിൾ അച്ഛൻ്റെ നമുക്ക് പ്രാർത്ഥിക്കാം. മൈക്കിൾ അച്ഛൻ തൻ്റെ പ്രസംഗങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള കൃപ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മൈക്കിൾ അച്ഛൻ്റെ പ്രാർത്ഥനയും നമുക്ക് അഭ്യർത്ഥിക്കാം. ദൈവം നമ്മുടെ ആരെയും അനുഗ്രഹിക്കട്ടെ എന്നും ദൈവത്തിൻ്റെ വലിയ ആ കൃപ സ്നേഹം ഇപ്രകാരം വ്യക്തിയുടെ പ്രകടിപ്പിച്ചത് നമുക്ക് നല്ല ദൈവത്തിൽ നിന്ന് പറയാം. മൈക്കിൾ അച്ഛനോടുള്ള ആ സ്നേഹവും കടപ്പാടും കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് മൈക്കിൾ അച്ഛന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ശുശ്രൂഷയിലെ ഒരു മതവേദപാഠ ഡയറക്ടർ എന്ന നിലയ്ക്കും വചന പ്രഘോഷണം എന്ന നിലയ്ക്കും രൂപതാധ്യക്ഷൻ എന്ന നിലയ്ക്കും മൈക്കിൾ അച്ഛന് ആ രൂപതയെ ദൈവത്തിനെ കെട്ടിപ്പടുക്കുന്ന ചിത്രത്തിൽ ആശ്വസിച്ചും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു, കടപ്പാട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം മൈക്കിൾ അച്ഛനെ നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.